സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം കടുപ്പിച്ച് ആശാ വർക്കർമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ MG റോഡിലെ ഗതാഗതം സമരക്കാർ സ്തംഭിപ്പിച്ചു. അമൽ തേനമ്പറമ്പിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, സെക്രട്ടേറിയറ്റിലേക്കുള്ള എല്ലാ വഴിയിലും പരിശോധനകൾ ഉണ്ടായിരുന്നു. എല്ലായിടത്തും ബാരിക്കേഡ് സ്ഥാപിച്ച് രാവിലെ മുതൽ തന്നെ പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കിയിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് അവിടെ? ആര്യ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ വലിയ പ്രതിരോധം തീർക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നിന്നും നോക്കിയാൽ ഏകദേശം സൗത്ത് ഗേറ്റിലേക്ക് എത്തുന്ന സ്ഥലം വരെ, നോർത്ത് ഗേറ്റ് മുതൽ സൗത്ത് ഗേറ്റ് വരെ ഇവിടെ വന്ന് കണ്ടിട്ടുള്ളവർക്ക് ആ ദൂരം മനസ്സിലാകും. അല്ലെങ്കിൽ ഏകദേശം ഒരു 100-200 മീറ്റർ ദൂരത്തോളം സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡ് നിറഞ്ഞ് രണ്ട് വരികളും നിറഞ്ഞ് ഇങ്ങനെ ആശാപ്രവർത്തകർ ഇരിക്കുകയാണ്. ആശാപ്രവർത്തകർ ഇരിക്കുന്ന ഈ പാതയിലൂടെ ഒരു വാഹനത്തിനും കടന്നു പോകാൻ കഴിയുന്നില്ല. പൂർണ്ണമായും സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെയുള്ള ഗതാഗതം സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥ. നമുക്ക് മുന്നിൽ ഈ കാണുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ നോർത്ത് ഗേറ്റാണ്. നോർത്ത് ഗേറ്റിൽ നിന്നും ഈ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരടക്കം സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിക്കുന്ന കണ്ടോൺമെൻറ്റ് ഗേറ്റിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരിക്കുന്നു. ആ കണ്ടോൺമെൻറ്റ് ഗേറ്റിലൂടെ അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ പോലും അത് ബേക്കറി ജംഗ്ഷൻ വഴി തിരിഞ്ഞു വന്നാൽ മാത്രമേ കടക്കാൻ കഴിയൂ. ഒറ്റ വഴിയിലൂടെ സെക്രട്ടേറിയറ്റിലേക്കുള്ള ഗതാഗതം ഇപ്പോൾ അവിടെ ചുരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാളയത്ത് നിന്നും വാഹനം വിടുന്ന കാര്യം കൂടി പറഞ്ഞാൽ ഈ കിഴക്കേക്കോട്ട അതോടൊപ്പം തന്നെ തമ്മാനൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പുളിമൂട് നിന്നും തിരിച്ചുവിടുകയാണ്. അതോടൊപ്പം ഈ പറയുന്ന പേട്ട ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ലൈബ്രറിയുടെ എവിടെ നിന്നും സെൻട്രൽ ലൈബ്രറിയുടെ എവിടെ നിന്നും അതോടൊപ്പം തന്നെ പാളയം ഭാഗത്തു നിന്നും തിരിച്ചു വിടുന്നുണ്ട്. അങ്ങനെ രണ്ടിടത്തു നിന്നും വിട്ട വാഹനങ്ങൾക്ക് പുറമെ ഇടയ്ക്ക് കയറി വരുന്ന വാഹനങ്ങളുണ്ട്. ഈ ചെറുവഴികളിലും മറ്റുമൊക്കെയായി അകത്തേക്ക് കിടക്കുന്ന വാഹനങ്ങളുണ്ട്. അങ്ങനെ വരുന്ന വാഹനങ്ങളാണ് നമുക്കിപ്പോൾ ഈ മുന്നിൽ കാണാൻ കഴിയുന്നത്. ആ വാഹനങ്ങൾ ഇവിടേക്ക് കടന്ന് വരികയാണ്. ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഓരോ നേതാക്കന്മാരും ഇവിടേക്ക് എത്തുകയാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇവിടേക്ക് എത്തുന്നു. ആശാവർക്കർമാരുടെ സമരം ഇങ്ങനെ തുടരുമ്പോഴും ഒരു നടപടിയിൽ ഇവരിങ്ങനെ വെയിലത്ത് തുടരുകയാണ്. സമരത്തിൽ അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്. ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച് സംസാരിക്കാനായി ഓരോ നേതാക്കന്മാരായി ഇവിടേക്ക് എത്തുന്നു. അല്പം മുമ്പ് കെ രമ എത്തിയിരുന്നു. VD സതീശൻ തൊട്ടപ്പുറം ഒരു സമരപ്പന്തലിലുണ്ട്. VD സതീശൻ കൂടി അധികം വൈകാതെ ഇവിടേക്ക് എത്തുന്നു. ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് കൂടുതൽ ആളുകൾ വരാതിരിക്കാൻ വേണ്ടി സർക്കാർ ചിലയിടങ്ങളിൽ ഒരു ട്രെയിനിങ് ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു, പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് കൂടുതൽ ആശാ വർക്കർമാർ എത്താതെ ഇരുന്നിട്ടുണ്ടോ? ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് ജനപങ്കാളിത്തം, അവരുടെ ഈ ആശാ വർക്കർമാരുടെ പങ്കാളിത്തം എത്രത്തോളം കൂടുതലാണുള്ളത്? അത് സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ആ സെക്രട്ടേറിയറ്റ് ഉപരോധത്തെ എങ്ങനെ മറികടക്കും എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ ഒരു ചിന്ത. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് ഇന്നൊരു പരിശീലന പരിപാടി 5 ജില്ലകളിൽ, തൃശ്ശൂർ, അതോടൊപ്പം തന്നെ എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, ഈ 5 ജില്ലകളിൽ ആശാവർക്കർമാർക്കായി പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ടൊരു പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ആ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ളതായിരുന്നു കർശന നിർദ്ദേശം. പക്ഷേ ആ നിർദ്ദേശവും മറികടന്നുകൊണ്ട് ആശാപ്രവർത്തകർ ഇവിടേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. രാവിലെ ഈ സമരം തുടങ്ങിയ സമയത്ത് ആശാപ്രവർത്തകരുടെ എണ്ണത്തിൽ ചെറിയ കുറവുണ്ടായിരുന്നു. ഇവരുടെ കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത അത്രയും ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു. പക്ഷേ അതിനുശേഷവും ഇവിടെ ആശാപ്രവർത്തകരുടെ ഒരു ഒഴുക്ക് ഇവിടേക്കുണ്ടായി. അതിനുശേഷമാണ് ഈ റോഡ് ഉപരോധം ആരംഭിച്ചത്. അതിനു മുൻപ് സാധാരണ നിലയിൽ സമരം നടക്കുന്നത് പോലെ മാത്രം ഒരു സമരം നടക്കുകയായിരുന്നു, അതിനപ്പുറത്തേക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെയുള്ള ഗതാഗതം നിശ്ചലമാക്കി, സെക്രട്ടേറിയറ്റിലേക്കുള്ള പ്രവേശനം ഒരു ഗേറ്റിലൂടെ മാത്രമാക്കി ചുരുക്കിയുള്ള ഒരു സമരം നടത്താൻ ആശാപ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണ നിലയിൽ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാജീവിന് അറിയാൻ കഴിയുന്നതാണ്. നിരവധി കാലം തിരുവനന്തപുരത്ത് സമരങ്ങളൊക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഇരിക്കുന്ന സ്ഥലത്ത് ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലൂടെയുള്ള വഴികളിലെ ഒരു പാത ഒഴിച്ചിട്ടുള്ള സമരമാണ്. മറുപാതയിൽ ആ ഒരു വരിയിലേക്ക് കടന്നിരുന്നിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്നും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത്, അതിപ്പോൾ ഏത് സമരമാണെങ്കിലും അറസ്റ്റ് ചെയ്ത് നീക്കലാണ് പതിവ്. ഒരു പരിധിയിലധികം സമയം റോഡ് ഉപരോധിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഈ സമരത്തെ അങ്ങനെ സർക്കാർ നേരിടുന്നില്ല. അങ്ങനെ നേരിട്ടിട്ടുണ്ടെങ്കിൽ, ഒരു ബലപ്രയോഗത്തിലൂടെ ഇവിടെ നിന്നും ആളുകളെ നീക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന നല്ല ബോധ്യമുണ്ട്. സാധാരണക്കാരായ ആളുകളാണ് അങ്ങനെയുള്ള ശ്രമമായിരുന്നു. ഇപ്പോൾ ചെന്നിത്തല സംസാരിക്കുകയാണ് സമരവേദിയിൽ. കേൾക്കാം. അടിയന്തരമായി ഈ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം കാണാനുള്ള ഉത്തരവാദിത്തമുള്ള ആളാണ്. 36 ദിവസക്കാലമായി ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിങ്ങൾ നടത്തുന്ന സമരത്തെ പരാജയപ്പെടുത്താൻ സർക്കാർ പല മാർഗങ്ങളും നോക്കുന്നുണ്ട്. ആ മാർഗങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേർന്ന ആശാ വർക്കർമാരെ അഭിവാദ്യം ചെയ്യാനും നിങ്ങളെ അഭിനന്ദിക്കാനും ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്.
നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്ന് എല്ലാവർക്കും അറിയാം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇത് അംഗീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനും നിങ്ങളുടെ സേവനം മെച്ചപ്പെടുത്താനും ഉള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്. ദൗർഭാഗ്യവശാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കടുംപിടുത്തമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആരോഗ്യമന്ത്രിയോട് ഞാൻ ഇവിടെ വന്ന സന്ദർഭത്തിൽ ആരോഗ്യമന്ത്രിയുമായി ഞാൻ സംസാരിച്ചിരുന്നു. ആദ്യഘട്ടത്തിലാണ്, 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു. ആദ്യ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചർച്ച ചെയ്യിച്ചു. അത് കഴിഞ്ഞത് രാഷ്ട്രീയ പിന്തുണ ആശാപ്രവർത്തകരുടെ സമരത്തിന് ലഭിക്കുകയാണ്. ഇന്ന് 36ാം ദിവസമാണ്. ഇതിനിടെ പലതരത്തിൽ അവരുടെ സമരത്തെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. ഫെബ്രുവരി 10-നാണ് അവർ സമരം ആരംഭിച്ചത്. അപ്പോൾ 9 ദിവസം അവർ ജോലി ചെയ്തു. ആ ഓണറേറിയം ഇതുവരെ കൊടുത്തിട്ടില്ല. അതിന് പിന്നാലെയാണ് ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ച ദിവസം പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്.